ഹായ് ഓൾ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം അടിസ്ഥാനമാക്കിയുള്ള പോർഷൻസ് ആണ്. ഇതിൻ്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ആദ്യത്തെ ടോപ്പിക്കായ കേരള ഹിസ്റ്ററിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, social and religious reform movement, national movement in Kerala, literary sources of Kerala history, United Kerala movement, political and social history of Kerala after 1956. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്കായ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, ഈ ടോപ്പിക്കാണ് ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിൻ്റെ പാർട്ട് 1 ചാപ്റ്റർ 2 ഫ്രം ട്രേഡ് ടു പവർ, രണ്ടാമത്തെ ചാപ്റ്ററായ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന ചാപ്റ്ററിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്ക് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നതിനെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വാസ്കോ ഡി ഗാമയാണ് ആദ്യമായി കേരളത്തിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരൻ. അപ്പോൾ ഏത് വർഷം? 1498 കോഴിക്കോടിനടുത്ത് കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോ ഡി ഗാമ എത്തിയത്. ആ സമയത്തെ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമുറിൻ പക്ഷേ വാസ്കോ ഡി ഗാമയ്ക്ക് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ഒന്നും കൊടുത്തില്ല. കച്ചവടത്തിനായിട്ടായിരുന്നു വാസ്കോ ഡി ഗാമ എത്തിയത്, പക്ഷേ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ആ സമയത്തെ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി നൽകിയില്ല. അതുകൊണ്ട് വാസ്കോ ഡി ഗാമ എന്ത് ചെയ്തു? കണ്ണൂർ പോയി ആവശ്യത്തിനുള്ള ഗുഡ്സും ആവശ്യത്തിനുള്ള കച്ചവട സാമഗ്രികളൊക്കെ കളക്ട് ചെയ്തിട്ട് തിരികെ പോയി. ഇനി പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേരാണ് പറങ്കികൾ. അവർ അറിയപ്പെട്ടിരുന്നത് പറങ്കികൾ എന്നായിരുന്നു. ഈ സ്ലൈഡിലെ പോയിൻറ്റ്സ് ഒന്നുകൂടി പറയാം. 1498 കാപ്പാടാണ് വാസ്കോ ഡി ഗാമ എത്തിയത്. ആ സമയത്തെ സാമൂതിരി ട്രേഡ് ഫെസിലിറ്റീസ് ഒന്നും നൽകാഞ്ഞതിനാൽ വാസ്കോ ഡി ഗാമ കണ്ണൂരേക്ക് പോയി. ഇനി പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന പേര് പറങ്കികൾ എന്നായിരുന്നു. വാസ്കോ ഡി ഗാമയ്ക്ക് ശേഷം കേരളത്തിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരാണ് അൽമിഡ, അതുപോലെ അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡ് സെൻറ്ററുകളായിരുന്നു ഗോവയും ഡാമൻഡ്യൂ എന്ന യൂണിയൻ ടെറിട്ടറിയും. അപ്പോൾ ഓർത്തിരിക്കുക, വാസ്കോ ഡി ഗാമയ്ക്ക് ശേഷം കേരളത്തിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരാണ് അൽമിഡയും അൽബുക്കർക്കും. അതുപോലെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡ് സെൻറ്റേഴ്സാണ് ഗോവയും ഡാമൻഡ്യൂവും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ പണിത കോട്ടകൾ ഏതൊക്കെയാണെന്ന്. ഒന്ന് സെയിൻറ്റ് ഏഞ്ചലോ ഫോർട്ട്, കണ്ണൂരുള്ള സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട്. രണ്ടാമത്തേത് തൃശ്ശൂരുള്ള കോട്ടപ്പുറം ഫോർട്ട്. ഓർത്തിരിക്കുക, പോർച്ചുഗീസുകാർ കേരളത്തിൽ പണിത 2 കോട്ടകളാണ് സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂരും അതുപോലെ കോട്ടപ്പുറം ഫോർട്ട് തൃശ്ശൂരും. ഇനി നമുക്ക് പോർച്ചുഗീസുകാർ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഷിക വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ, ഗുവ പേരയ്ക്ക, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടുബാക്കോ, ഇതൊക്കെയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഷിക വിളകൾ. അടുത്തതായിട്ട് അച്ചടി യന്ത്രം വൈഡായിട്ട് കേരളത്തിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. പ്രിൻറ്റിംഗ് മെഷീൻ അഥവാ അച്ചടി യന്ത്രം വൈഡ് സ്പ്രെഡായിട്ട് കേരളത്തിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, ചവിട്ട് നാടകം എന്ന ആർട്ട് ഫോം കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. ചവിട്ടു നാടകം എന്ന കലാരൂപം കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അടുത്ത പോയിൻ്റ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഷിക വിളകൾ ഏതൊക്കെയായിരുന്നു? പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടുബാക്കോ. അതുപോലെ അച്ചടി യന്ത്രം പോപ്പുലറാക്കിയത് പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം എന്ന ആർട്ട് ഫോം കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും പോർച്ചുഗീസുകാരാണ്. ഇനി ഈ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ ഒരുപാട് ട്രേഡ് സെൻറ്റേഴ്സ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പോർച്ചുഗീസുകാർ മാത്രമായിരുന്നില്ല ഇന്ത്യയിലുണ്ടായിരുന്ന യൂറോപ്യൻസ്, വേറെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമൊക്കെ ആയിട്ട്
മറ്റ് യൂറോപ്യൻ പവേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സാമ്പത്തികവും അതുപോലെ മിലിറ്ററി റിസോഴ്സസും പോർച്ചുഗീസുകാർക്കില്ലായിരുന്നു. മറ്റു യൂറോപ്യൻ പവേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള എക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് പോർച്ചുഗീസുകാർക്കില്ലായിരുന്നു. അതാണ് ഒന്നാമത്തെ റീസൺ. 2, പോർച്ചുഗീസുകാർക്ക് പ്രാദേശിക ശക്തികളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. അവർക്ക് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ്, അതായത് പ്രാദേശിക ശക്തികളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പുകൾ ഏൽക്കേണ്ടിയും വന്നു. അതാണ് രണ്ടാമത്തെ റീസൺ. നമുക്ക് തന്നെ അറിയാം, കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലാണ് സാമൂതിരിയുടെ നേവൽ ഫോഴ്സ് പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തു നിന്നത്. കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ. അടുത്ത ടോപ്പിക്ക് ഡച്ചുകാരെ കുറിച്ചാണ്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് പോർച്ചുഗീസുകാരുടെ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. നമ്മളിപ്പോൾ പഠിച്ച പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. പോർച്ചുഗീസുകാർ ആദ്യമായി കേരളത്തിൽ എത്തിയത് ഏത് സ്ഥലത്തായിരുന്നു? കാപ്പാട്. ഏത് വർഷം? 1498. ഇനി പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന ഏത് പേരിലായിരുന്നു? പറങ്കികൾ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. പോർച്ചുഗീസുകാർ പണിത 2 ഇമ്പോർട്ടൻ്റ് കോട്ടകൾ ഏതൊക്കെയായിരുന്നു? സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് കണ്ണൂർ, കോട്ടപ്പുറം ഫോർട്ട് തൃശ്ശൂർ. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡ് സെൻറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ഗോവ, ഡാമൻഡ്യൂ. ഇനി പോർച്ചുഗീസുകാർ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർട്ട് ഫോം, കലാരൂപം ഏതായിരുന്നു? ചവിട്ട്. പോർച്ചുഗീസുകാർ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഷിക വിളകൾ ഏതൊക്കെയായിരുന്നു? പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, ടുബാക്കോ, കാഷ്യൂ. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ കൂടുതൽ ട്രേഡ് സെൻറ്റേഴ്സ് ഒന്നും തുടങ്ങാൻ സാധിക്കാതിരുന്നത്? 2 റീസൺസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് റീസൺ, അവർക്ക് മറ്റ് യൂറോപ്യൻ പവേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള എക്കണോമിക് റിസോഴ്സസ്, അതായത് സാമ്പത്തികവും ഇല്ലായിരുന്നു, മിലിറ്ററി പവേഴ്സും ഇല്ലായിരുന്നു. രണ്ടാമത്തെ റീസൺ, നേറ്റീവ് പവേഴ്സിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കോഴിക്കോട് സാമൂതിരി ആരുടെ നേതൃത്വത്തിലാണ് പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തു നിന്നത്? കുഞ്ഞാലി മരക്കാർ. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഡച്ചുകാർ അറിയപ്പെട്ടിരുന്നത് ലന്തക്കാർ എന്ന പേരിലായിരുന്നു. ഡച്ചുകാർ കോമൺ ആയിട്ട് അറിയപ്പെട്ടിരുന്നത് ലന്തക്കാർ എന്നായിരുന്നു. ഡച്ചുകാരുടെ കേരളത്തിലുള്ള 2 ഇമ്പോർട്ടൻ്റ് ട്രേഡ് സെൻറ്റേഴ്സാണ് കൊച്ചി, കൊല്ലം. അടുത്ത പോയിന്റ് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചാണ്. ഈ പുസ്തകം കേരളത്തിലുള്ള ഔഷധ സസ്യങ്ങളെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ഈ പുസ്തകം രചിക്കുവാനായിട്ട് മുൻകൈ എടുത്തത് ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡാണ്. ഓർക്കുക, ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം രചിക്കുവാൻ മുൻകൈ എടുത്തത്. അദ്ദേഹം ഇത് ചെയ്തത് മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണ് കംപ്ലീറ്റ് ചെയ്തത് ഈ പുസ്തകം. ആളുടെ പേരാണ് ഇട്ടി അച്യുതൻ വൈദ്യർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത്, തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധം. അതിൻ്റെ പേരാണ് കുളച്ചൽ യുദ്ധം. ബാറ്റിൽ ഓഫ് കുളച്ചൽ. വർഷം 1741. അപ്പോൾ 1741 ബാറ്റിൽ ഓഫ് കുളച്ചലിലാണ് ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ തോൽപ്പിച്ചത്. അതോടുകൂടി ഡച്ചുകാർക്ക് ഇന്ത്യയിലുള്ള അടിത്തറ തന്നെ നഷ്ടമായി. അപ്പോൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1741 കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും. ഈ യുദ്ധത്തോടുകൂടി ഡച്ചുകാർക്ക് ഇന്ത്യയിലുള്ള അടിത്തറ തന്നെ നഷ്ടമായി. അടുത്തത് ഇംഗ്ലീഷുകാരുടെ വരവിനെ കുറിച്ചാണ്. ദ അഡ്വെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത് 1600 എന്ന വർഷത്തിലാണ്. ഇന്ത്യ, ചൈന പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. വർഷം 1600. ഇനി ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷുകാർ ഒരു ട്രേഡ് സെൻറ്റർ ആരംഭിച്ചതെന്ന് നോക്കാം. സൂറത്ത്. ഗുജറാത്തിലുള്ള സൂറത്തിലാണ് ഇംഗ്ലീഷുകാർ ആദ്യമായിട്ട് അവരുടെ ആദ്യത്തെ ട്രേഡ് സെൻറ്റർ സ്ഥാപിച്ചത്. അവരുടെ മറ്റു ട്രേഡ് സെൻറ്ററുകളാണ് ബോംബെ, കൽക്കട്ട, മദ്രാസ്.
അടുത്തത് ഫ്രഞ്ചുകാരുടെ വരവിനെക്കുറിച്ചാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1664 അതിനുശേഷം ഇന്ത്യയിലുള്ള അവരുടെ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു പോണ്ടിച്ചേരി. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഡച്ചുകാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? ലന്തക്കാർ. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പേര് കുളച്ചൽ യുദ്ധം. വർഷം 1741. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുൻകൈയെടുത്ത ഡച്ച് ഗവർണറുടെ പേര് വാൻ റീഡ്. ഇനി ഡച്ചുകാരുടെ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സ് കൊച്ചി, കൊല്ലം. ഓക്കെ, അപ്പോൾ ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1600. ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ ട്രേഡ് സെൻറ്റർ എവിടെയായിരുന്നു? സൂറത്ത് ഇൻ ഗുജറാത്ത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. ഇനി ഫ്രഞ്ചുകാരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പോണ്ടിച്ചേരി. അപ്പോൾ ഇങ്ങനെയല്ല നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്ററിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്സ്. ഇതിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഒക്കെ കൂടെ ഇന്ത്യയിൽ തുടങ്ങിയ ആദ്യത്തെ അവർ ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിച്ച സ്ഥലങ്ങൾ കാണിക്കുന്ന ഒരു മാപ്പാണിത്. എല്ലാം കോസ്റ്റൽ റീജിയൻ, തീരദേശ പ്രദേശങ്ങളിലാണ്. അപ്പോൾ ഇത്രയുമുള്ള ഈ വീഡിയോ. അടുത്ത പാർട്ടിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഓൾ ദ ബെസ്റ്റ്.